കൊല്ലത്ത് മഴ തുടരുന്നു. അതിശക്തമായ കാറ്റടിക്കുകയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ. അരുൺ രാജ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ രാജ്. മഴയുടെ തീവ്രത എത്രമാത്രമാണ് കൊല്ലം ജില്ലയെ ബാധിച്ചിരിക്കുന്നത്? എസ്കെൻ, പുലർച്ചെ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും മഴ കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യമാണ് കൊല്ലത്തിന്റെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കൊല്ലത്തിന്റെ തീരപ്രദേശങ്ങളിൽ വലിയ തോതിൽ കാറ്റടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലാക്രമ ഭീതിയും ഇപ്പോൾ തീരദേശവാസികളെല്ലാം തന്നെ അനുഭവിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വലിയ തോതിൽ കടൽ കരയിലേക്ക് കയറുകയും റോഡ് കവിഞ്ഞ് ഈ കരയിലേക്ക് കയറുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം അഴീക്കലടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ തോതിൽ അത് ശക്തമായ തിരമാല തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ ജനങ്ങളോട് വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തീരപ്രദേശത്തും അതുപോലെ തന്നെ ഈ നഗരപ്രദേശത്തും അടക്കം വലിയ തോതിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ തന്നെ കാറ്റടിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒഴിഞ്ഞ സ്ഥലങ്ങൾ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ മാറണം എന്ന മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇടറോഡുകളിൽ നിന്ന് മാറി മെയിൻ റോഡുകൾ വഴിയുള്ള യാത്രകൾ വേണം ജനങ്ങളുടെ ഭാഗത്ത് തുടരാൻ. കാരണം ഈ മരങ്ങൾ കടപുഴകാനുള്ള സാധ്യത കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്ര സുരക്ഷിതമാക്കണം ആളുകളുടെ ഭാഗത്തു നിന്ന് എന്നുള്ള മുൻകരുതലാണ് നിലവിൽ നൽകുന്നത്. ഇപ്പോൾ വലിയ തോതിൽ കാറ്റ് ജില്ലയുടെ എല്ലാ മേഖലയിലും അനുഭവപ്പെടുന്നുണ്ട്. വലിയ തോതിൽ നാശനഷ്ടം കൂടി ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഈ കാറ്റടിച്ച മരങ്ങൾ ഒടിഞ്ഞു വീണ വൈദ്യുത വകുപ്പിനും അതുപോലെ തന്നെ വിവിധ വീടുകൾക്ക് മുകളിലേക്കും ഈ മരങ്ങൾ കടപുഴകുന്ന അവസ്ഥയുണ്ട് നിലവിൽ. അതുകൊണ്ട് തന്നെ 40 വീടുകളാണ് നിലവിൽ ജില്ലയിൽ തകർന്നതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. 2 വീടുകൾ പൂർണ്ണമായും നശിച്ചതായും ഇപ്പോൾ കണക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വൈദ്യുതി ബോർഡ് പറയുന്നത് ഈ തുടർച്ചയായി കാറ്റ് ഇത്തരത്തിൽ അടിക്കുന്നത് വലിയ മരങ്ങളടക്കം ഈ കടപുഴകി വീണ വൈദ്യുതി ലൈനിലേക്ക് വീണിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇതിന് വേണ്ടിവരും എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഉയർന്ന തിരമാല അത് ജില്ലയുടെ ഈ തീരദേശ മേഖലയിലെമ്പാടും അനുഭവപ്പെടുന്നുണ്ട്. കടലാക്രമണ ഭീതിയിൽ തന്നെയാണ് ജില്ലയുടെ തീരദേശ മേഖല നിലവിലുള്ളത്. എസ്കേൻ, ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ നടുവിൽ നിന്നാണ് അരുൺ രാജ് നമുക്കൊപ്പം ചേർന്നത്.